ഞാൻ നേരത്തെ നമ്മൾ ചോദിക്കാൻ പറഞ്ഞു, ആകാശം എങ്ങനെ ഇതിലേക്ക് എത്തി? ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറയുന്ന ആള്, ഫാദർ ഈസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പാട്ടൊക്കെ എഴുതാറുണ്ട്, ലിറിസിസ്റ്റും കൂടിയാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ കോൺടാക്ട്സിൽ മ്യൂസിക് ഫീൽഡിലായതുകൊണ്ട് അച്ഛൻ്റെ കോൺടാക്ട്സിൽ നമ്മുടെ ഈ ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഒരാൾ, സുരേഷ് രാമന്തള്ളി സാർ. അപ്പോൾ സാറ് ആണ് ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫിലിം അതിന് പുതുമുഖങ്ങളെ വേണമെന്ന് തേടി, അങ്ങനെയാണ് എൻ്റെ ഫാദറിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫാദർ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അങ്ങനെ ആണ് എനിക്ക് ജയൻ സാറിനെ വഴി പരിചയപ്പെട്ട് അങ്ങനെ ഫിലിമിലോട്ട് കയറി. ഇതിനു മുമ്പ് എന്താ ഏത് മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്? ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതേപോലെ റാംപ്സ്, പെജൻസ്, ഇതെല്ലാം ലൈക്ക് ഹൗ ലോങ് യു ബീൻ? കുറേ നാളായിട്ട്. ഞാൻ കോവിഡ് ടൈം തൊട്ടിട്ട് 2023 തൊട്ടിട്ട് 2021 തൊട്ടിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് റാമ്പ് മോഡലിംഗിലേക്ക് നിന്നു. അപ്പോൾ കോളേജിലൊന്നും പോകാറില്ലായിരുന്നോ? മോഡലിംഗ് പോയിട്ടുണ്ടായിരുന്നു. കോളേജിലുണ്ടായിരുന്നു. ഓൺ ദ സെയിം ടൈം ഇത് ഞാൻ പാരലൽ ആയിട്ട് ചെയ്തിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ജയൻ സാർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞ, എന്നെയും ഇവളിലൊക്കെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരത്തെ ജയൻ സാർ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള ബന്ധമല്ലായിരുന്നു. ഞങ്ങൾ സാർ എന്നെ സ്വന്തം ഒരു മകനായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഒരു മകൻ, ഒരു അച്ഛൻ, ആ ഒരു റിലേഷൻ ആയിരുന്നു ഞങ്ങളവിടെ കീപ്പപ്പ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എന്തും തുറന്ന് പറയാം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നം പറയാം. അങ്ങനെ ഇപ്പോൾ സാറിന് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ സാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, പറയാറുണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് പ്രോബ്ലം വന്നാൽ ഞാൻ സാറിന് അപ്രോച്ച് ചെയ്യും. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഒരു റിലേഷൻ എന്നും ഞങ്ങൾ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും സ്ക്രിപ്റ്റ് അനുസരിച്ച് എല്ലാ കാര്യം കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാനും എല്ലാത്തിനും ഗൈഡ് ചെയ്തു. സോ ഈ ഒരു ചിത്രത്തിന്റെ തിരശ്ശീലയിൽ മുന്നിൽ ബാക്കി പിന്നെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അതായത് ബാക്കിയുള്ള നടീനടന്മാർ ആരൊക്കെയാണ്? ടെക്നീഷ്യൻസിന് ആദ്യം പറയാം. ഓക്കെ, ആദ്യം പിന്നിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ഈ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ വർക്ക് തന്നെയാണ്. ഇത്രയും പ്രകൃതി, കാഞ്ഞിരക്കൊല്ലി പോലുള്ളൊരു സ്ഥലം ആദ്യമായിട്ടാണ് സിനിമയിൽ വരുന്നത്. കാരണം അത്രയും നല്ലൊരു, നമ്മൾ ഊട്ടിയിലേക്കൊന്നും പോകണ്ട, അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലമാണ്. അപ്പം ഏറ്റവും മികച്ചൊരു ക്യാമറാമാനെ തന്നെ കിട്ടി എന്നുള്ളതാണ്. GK രവികുമാർ, അന്യൻ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്, നമ്മളൊരു സുഹൃത്താണ്. പോണ്ടിച്ചേരിയാണ് സ്ഥലം. പിന്നെ അതുപോലെ മ്യൂസിക് ഡയറക്ടർ വിനീഷ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത പ്രണവ്, പിന്നെ എഡിറ്റർ വിപിൻ രവി, അങ്ങനെ ഉള്ള ആൾക്കാർ, സുരേഷ് രാമന്തള്ളിയുടെ വരികൾ എല്ലാം അവരാണ്. പിന്നെ ആർട്ടിസ്റ്റായിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് കൈലാഷ്, ഉണ്ണിരാജ്, ശ്രീകുമാർ, പിന്നെ അമ്പിളി സുനിൽ, അങ്ങനെ ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചു സിനിമയല്ലേ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ചെറിയ സിനിമകൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇതേപോലെ ചെറിയ സിനിമയായിട്ട് വന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആ ഒരുപാട് ചിത്രങ്ങൾ വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടിയിട്ടുണ്ട്. അതിലുള്ള അങ്ങനെ വന്ന ആളുകൾ തന്നെയാണ് ഇന്ന് സിനിമയിൽ ഇത് നിൽക്കുന്നത്. സേ ലൈക്ക് ഒരുപാട്, അത് പേരെടുത്ത് പറയുന്നില്ല, ക്രിട്ടിക്സ് അല്ലെങ്കിൽ അവാർഡ്സ് നേടിയ ചിത്രങ്ങൾ ചെറിയ ചിത്രങ്ങളെന്ന് പറഞ്ഞ് ഒരു പരിധി വരെ ഡിസ്ട്രിബ്യൂഷൻ വരെ മാറ്റിവെക്കപ്പെട്ട, പുറന്തള്ളപ്പെട്ട ചിത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് അവാർഡ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. സോ അതിന് നമ്മളെന്താ പറയുക, സിനിമ എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവിൽ സിനിമ എപ്പോഴും നമുക്ക് വലിയ സിനിമകളാണ്. അത് ചെറുതോ വലുതോ ഒന്നുമില്ല, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അത് പ്രേക്ഷകർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അവർ തിരശ്ശീലയിൽ കാണുന്ന പ്രേക്ഷകരാണ് സ്വീകരിക്കുന്നത്. വലിയ സിനിമകൾ 100 കോടിയും 150 കോടിയും 500 കോടിയും ചിലവാക്കിയ ഇന്ത്യൻ സിനിമയിൽ, മലയാളം മാത്രം നമ്മൾ പറയണ്ട, ഇന്ത്യൻ സിനിമയിലെ പല സിനിമകളും എന്ത് സംഭവിച്ചിട്ടുണ്ട്? പരാജയപ്പെട്ടിട്ടുണ്ട്. തുച്ഛമായിട്ടുള്ള, നമുക്ക് എണ്ണം പറഞ്ഞ് പറയാൻ പറ്റുന്ന 500 കോടി ചെലവാക്കിയ സിനിമയ്ക്ക് 50 ലക്ഷം രൂപ കളക്ഷൻ ഇല്ലാത്ത സിനിമ ഉണ്ടായിരുന്നു. അത് അധികം ദൂരെയല്ല, നമ്മളുടെ പോയ വർഷവും അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലും മലയാള സിനിമകൾ എന്താണ് ബാക്ക് ടു ബാക്ക്, ധോനി ഇറങ്ങി 6 അടിച്ച പോലെ 6 അടിച്ച സമയത്ത് ബാക്കിയുള്ള പാൻ ഇന്ത്യൻ ലെവലുള്ള സിനിമകൾ എന്താണ് മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയവും എന്താണ് നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ളതാണ്. എന്നാൽ ഈ പടങ്ങൾ 1000 കോടിയും 2000 കോടിയും 3000 കോടിയും കളക്ട് ചെയ്ത സിനിമകളുണ്ട്. സോ സിനിമകളുടെ എപ്പോഴും നമ്മളെന്താ പറയുക, ഭയങ്കര ഓപ്പണായിട്ട് പ്രോസ്പെക്റ്റീവായിട്ട് കാണേണ്ടതാണ്. ചെറിയ സിനിമകളോ വലിയ സിനിമകളോ ഇല്ല, സിനിമയാണ്.
എപ്പോഴും സിനിമയാണ്, നമ്മൾ ചെയ്തതും ഒരു സിനിമയാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ഫോം. ഇനി എന്താണ് അടുത്ത സിനിമ പ്ലാനുകൾ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക്? ലൈക്ക് വാട്ട് യു ഡൂയിങ്? ആളോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഇയർ സിവിലാണ്. ഇത്രയും. ഇനി എന്താ സിനിമയിലെ ആഗ്രഹം എന്താണ്? ഒരു നല്ലൊരു പൊസിഷൻ എനിക്ക് ആഗ്രഹമുണ്ട്. സിനിമ തുടർന്ന് പോകാൻ ആഗ്രഹമുണ്ട്. കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ ബിടെക് എന്നൊരിതും അത് എൻ്റെ ഓപ്ഷൻ തന്നെയാണ്, എന്നെ വീട്ടിൽ നിന്ന് പുഷ് ചെയ്തതല്ല. സോ അവിടുന്ന് എനിക്കൊരു സ്റ്റാർട്ടപ്പ് എന്നൊരു ഡ്രീമും ഉണ്ട്. അതേപോലെ തന്നെ സിനിമ എന്നൊരു ഫീൽഡിലേക്കും എനിക്ക് ഒരു സിഗ്നേച്ചർ ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏത് ഇയർ ആണ് ഇപ്പോൾ? ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. 1 ഇയർ ഡ്രോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഇയറിലേക്ക് പോയതായിരുന്നു. എൻട്രൻസ് ആയിരുന്നു. ഇനി ഇപ്പോ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ സിനിമകൾ വന്നാൽ ചെയ്യാം? എന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ഡെഫിനറ്റ്ലി. എന്താണ് ആകാശിന്റെ പരിപാടികൾ എന്താണ്? ഞാനിപ്പോൾ പഠിത്തമെല്ലാം കഴിഞ്ഞു, വർക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഫിലിമിനെ കുറിച്ചിട്ടുള്ള ഇത് വന്നത്. സോ ഞാൻ തൽക്കാലം വർക്കിൽ നിന്നും ഇതിനൊക്കെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പിന്നെ ഫിലിം സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ്. എന്താണ് സിനിമ, എങ്ങനെയാണ് അഭിനയിക്കാം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ സിനിമയാണ്, നീ പോകണമെന്ന്. അങ്ങനെ ഫാമിലി നല്ല സപ്പോർട്ടീവാണ്, നിർബന്ധമൊന്നും പിടിച്ചില്ല. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഓക്കെ ഒരു ട്രൈ നോക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തുടർന്ന് മുന്നോട്ട് പോകാനും ഇനി ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടുകയാണെങ്കിലും പല റോൾസ് കിട്ടുകയാണെങ്കിലും ചെയ്യാൻ തന്നെയാണ് ഞാൻ. എന്താണ് ജയൻ ചേട്ടൻ്റെ ലൈക്ക് ഇനി ഒരു ഫ്യൂച്ചർ വെഞ്ചേഴ്സ് എന്താണ്? ഇതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടില്ലേ? അത് ഏതൊക്കെയായിരുന്നു? മുമ്പ് ചെയ്ത സിനിമ കനൽ കണ്ണാടി എന്ന് പറഞ്ഞ ഒരു സിനിമ, ഇന്ദ്രജിത്ത് കാർത്തികയൊക്കെ അഭിനയിച്ച, മന്യൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. എത്ര വർഷം മുമ്പായിരുന്നു അത്? അത് ഒരു 15 വർഷമായി. 15 വർഷമായി. അതിനുശേഷം മുകേഷ് ഏട്ടൻ്റെ 2 പടം ചെയ്തു. റെഡ് അലർട്ട്, എൻ്റെ സിനിമ. അതെല്ലാം ഫുൾ ആർട്ടിസ്റ്റ് സിനിമകളായിരുന്നു. പിന്നെ കുറച്ച് ഇടവേള വന്നു, കോവിഡ് വന്നു, ഇങ്ങനെ പല ഫാമിലി പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ രണ്ടാമത് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ സിനിമയിൽ തന്നെ തുടങ്ങാം. ചെറിയ സിനിമയല്ല, സിനിമയിൽ തുടങ്ങാം. ചെറിയ ബഡ്ജറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് വൈസ് ആണ്, നമ്മളൊക്കെ എല്ലാം വലുതാണ്. പക്ഷെ ബഡ്ജറ്റ്, ചെറിയ ബഡ്ജറ്റുള്ള ഒരു സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനനുസരിച്ചുള്ള ഒരു സബ്ജക്റ്റ് വന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ചന്ദ്രൻ രാമന്തളി. ചന്ദ്രൻ രാമന്തളിയോട് പറഞ്ഞത് എഴുതാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അതങ്ങനെ പൂർത്തിയായി. ഇനിയിപ്പോൾ അടുത്ത ഒരു സിനിമ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ പിന്നീട്. അതെ, അടുത്ത ഞങ്ങൾ ഇതേപോലെ എന്താ പറയുക കഥ പറഞ്ഞു. എങ്ങനെയായാലും പിന്നെ പുതുമുഖങ്ങളെ വെച്ചല്ല ചെയ്യുന്നത്, ആർട്ടിസ്റ്റ് ഇപ്പൊ നിലവിലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച്. അല്ല, ഇവരും പുതുമുഖങ്ങളല്ല, ഇവര് ആർട്ടിസ്റ്റുകളാവും. അല്ല, ഇനി പുതിയ പുതുമുഖങ്ങൾ അതിനകത്ത് വരുന്നില്ല. ഒരു വലിയ താരനിരയുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും. വലിയ ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്ക്രിപ്റ്റ് വർക്കും പ്രാഥമിക ചർച്ചകളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പരിപാടി അങ്ങ് തീർത്തു കഴിഞ്ഞാല് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുമെന്നാണ് വിശ്വാസം. എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഇഷ്ടരാഗം ഉണ്ടായത്? സ്വന്തമായിട്ടുള്ളൊരു പ്രയത്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തായിരുന്നു? എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രോസസ്സ്? അല്ല, ഇഷ്ടരാഗം നമ്മൾ അങ്ങനെ, ഞാൻ എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒരു പ്രൊഡ്യൂസറായ സുരേഷ് രാമന്തളി. അതേപോലെ ചന്ദ്രൻ എൻ്റെ സുഹൃത്താണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പിന്നെ എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്ന് ഒരു സിനിമ എന്നുള്ള ഒരു ഫാമിലി പോലെ ഒരു സിനിമ കൺസെപ്റ്റിൽ ആണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ഏകദേശം ആ ലെവലിൽ അങ്ങ് തീർത്തു. ഇത് രാമന്തളിക്കാരുടെ സിനിമയായിരിക്കുമോ? 2 രാമന്തളിയുടെ ഇടയിൽ ഒരു പയ്യന്നൂർ കുടുങ്ങിപ്പോയി. അതാണ്. പയ്യന്നൂരാണോ സ്വദേശം? അല്ലേ, പയ്യന്നൂർ. ശരിക്കും പറയാം നമുക്ക് എന്താ പറയുക, കണ്ണൂരുകാരുടെ ഒരു ചിത്രമാണെന്ന് പറയാം അല്ലേ? കണ്ണൂരുകാർ പരമാവധി ഉണ്ട്. ഒരുപാട് നമ്മുടെ നാട്ടുകാരെ തന്നെ കൂടുതലായിട്ടും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് മലബാർ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സിനിമ ആവട്ടെ എന്നുള്ളതാണ് നമ്മളുടെയും പ്രാർത്ഥന. ആവട്ടെ, അങ്ങനെയാണ്. അപ്പോൾ എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ചോദ്യം ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചായിരുന്നു. എന്താണ് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ ഉണ്ട്, ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഈ ലൊക്കേഷനിൽ നടന്ന ഒരു കാര്യം എന്താണ് പറയാൻ പറ്റില്ല. എല്ലാം തല്ലുള്ളിത്തരമായിരുന്നു ഞങ്ങൾ ചെയ്തത്, ആണോ?
ചെറുതായിട്ട്. കറക്റ്റാണ്, വെറുതെ എറിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, സിനിമ എല്ലാവരും പോയി കാണുക, റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. എന്തിനു സിനിമ കാണണം? ഈ സിനിമയിൽ ഒരു എന്താ പറയുക, പേര് സജസ്റ്റ് ചെയ്തു, ഇഷ്ടരാഗം എന്നാണ് പേര്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല മെലഡി ഗാനങ്ങളുണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഇഷ്ടപ്പെടും. പിന്നെ ഈ ഫിലിം നേരത്തെ ജയൻ സർ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. യുവതലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് കിടപ്പുണ്ട്. സോ അത് ഈ ഫിലിം കണ്ടു കഴിഞ്ഞാലേ അത് എന്താണ് ആ മെസ്സേജ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക്. അപ്പോൾ ആ മെസ്സേജ് ആണ് അല്ലേ? യെസ്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഒന്നും പറയാനില്ലേ? അല്ല സിനിമ അല്ല കാണണം. ഞാൻ പറഞ്ഞു, അതായത് 24th ഞങ്ങൾ മൂവി ഇറങ്ങുന്നുണ്ട് ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ മെയിൻ ഞങ്ങളൊരു നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. അത് പറഞ്ഞു ഓൾറെഡി. മെസ്സേജ് അല്ലാതെ വേറെ എന്തെങ്കിലും? എന്നെ കാണുക, എൻ്റെ മൂവിയാണ്. അതായത് എനിക്കറിയത്തില്ല എങ്ങനെയായിരിക്കും അവരെടുക്കാൻ പോകുന്നത്. സോ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടല്ല ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ട്. അപ്പോൾ അവരിൽ നിന്നും എനിക്ക് എൻ്റെ തെറ്റ് എല്ലാം അവരിൽ നിന്ന് എനിക്ക് മെസ്സേജ് അങ്ങനെയല്ലല്ലോ. അല്ല, പ്രേക്ഷകർ അവരുടെ ഓഡിയൻസ് എന്നൊരു സൈഡിൽ നമുക്കൊരു വ്യൂ വേണം. സോ എൻ്റെ ഫസ്റ്റ് മൂവീൻ്റെ ഓഡിയൻസ് എങ്ങനെയാണ് അവരെടുക്കാൻ പോകുന്നത്, ഇതൊക്കെ ജസ്റ്റ് വെയിറ്റിംഗ്. ഈഗർലി വെയിറ്റിംഗ്. ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി. അപ്പോൾ ജയൻ ചേട്ടാ, ഈ ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. സോ നല്ല വിജയമായി മാറട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. പ്രേക്ഷകരോട് ലൈക്ക് തിയേറ്ററിലേക്ക് വരാനായിരിക്കും പറയാനുള്ളത്. അല്ല, ഞാൻ അങ്ങനെ തിയേറ്ററിലേക്ക് വരാൻ പറയുന്നില്ല, നല്ലതാണെങ്കിൽ മാത്രം അംഗീകരിക്കുക, ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളെല്ലാ ഷോയും അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നല്ല ചിത്രമാണെങ്കിൽ നിങ്ങൾ ഇവരെ വിളിച്ച് ഒന്നും പറയണ്ട, നിങ്ങൾ 4 പേരോട് പറയാം നല്ല പടമാണ്, പോയി കാണുക. ഇനി ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നാട്ടുകാരോട് പറയാതെ ഇവരെ വിളിച്ച് പറയാം. കാരണം അടുത്തൊരു ചിത്രത്തിൽ ഇവർക്കതെല്ലാം മാറ്റി അടിപൊളിയായിട്ട് വരാൻ പറ്റും. അപ്പോൾ ഞാൻ വിട പറയുകയാണ്. ഇഷ്ടരാഗം ടീമായിരുന്നു ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നിപിൻ നവാസാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും മറ്റ് അതിഥികളുമായി പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.